നമസ്കാരം, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം അനന്തപുരിയിൽ തല ഉയർത്തി നിൽക്കുന്ന പുരാതന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇന്നുള്ള ആധുനിക യുഗത്തിൽ പലർക്കും അറിയില്ല. അതിന്റെ ചരിത്രം ലോകം അറിയണം, മലയാളി അറിയണം. ജയകേസരിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഉത്ഭവം പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ടതാണ്. കൊട്ടാരവും കോട്ടയുടെ 4 വശവും പട്ടാളക്കാരുടെ സംരക്ഷണത്തിൽ ആയിരുന്നു. കോട്ടയുടെ ഒരു വശം മേലങ്കോട് യക്ഷിയമ്മ ക്ഷേത്രവും. രാത്രികാലങ്ങളിൽ ആ ഭാഗത്ത് ജോലി നോക്കാൻ ഒരു ഭടനും ധൈര്യപ്പെട്ടില്ല. രാവിലെ നോക്കുമ്പോൾ അവിടെ നിയോഗിക്കപ്പെട്ട ഭടൻ ബോധമില്ലാതെ കിടക്കും. ഒരു ദിനം അവിടെ നിയോഗിക്കപ്പെട്ട ഭടൻ വള്ളിയൂർ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കാലിൽ എന്തോ തട്ടുകയും അതെടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ ഗണപതി വിഗ്രഹം. ഭക്തനായ ആ ഭടൻ ഭഗവാന്റെ വിഗ്രഹത്തെ തന്റെ മടിയിൽ തിരികെ വയ്ക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ജോലി ചെയ്ത് എത്തിയ ഭടനെ സഹപ്രവർത്തകർ അതിശയത്തോടെയാണ് വീക്ഷിച്ചത്. ഭയപ്പാടില്ലാതെ എങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് വള്ളിയൂർ നദിയിൽ നിന്നും കിട്ടിയ വിഗ്രഹത്തിന്റെ കഥ ഭടൻ വിവരിക്കുകയും ചെയ്തു. അന്നു മുതൽ പട്ടാളക്കാരുടെ ക്യാമ്പിൽ ആ ഗണപതി വിഗ്രഹം വച്ച് ആരാധിച്ചു പോരുകയും ചെയ്തു. രാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് 1795 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും സേനയുടെ ഭൂരിഭാഗവും തിരുവനന്തപുരത്ത് നിയോഗിക്കപ്പെടുകയും ചെയ്തു. പട്ടാളക്കാർ പത്മനാഭപുരത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഗണപതി വിഗ്രഹം അവർ കൊണ്ടുവരികയും പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു ആൽമര ചുവട്ടിൽ വെച്ച് ആരാധിക്കുകയും ചെയ്തു. ശേഷം കുതിരിക്കണ്ടത്തിന് പടിഞ്ഞാറ് വശത്ത് കോട്ടയുടെ സമീപത്തായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ധർമ്മരാജാവിന്റെ സഹായത്തോടെ ഒരു ചെറിയ ക്ഷേത്രം കെട്ടി ആ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. 1860, 1880 ആണ്ട് കാലയളവിൽ ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ഉപദേവന്മാരെയും പ്രതിഷ്ഠിച്ചു. 1983 ഭജന മണ്ഡപവും 1996 ക്ഷേത്ര പുനരുദ്ധാരണവും നടത്തി. ക്ഷേത്ര ഗോപുരവും പണിതു. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 2020 ഇന്ന് കാണുന്ന ഗോപുരവും ക്ഷേത്രവും പണി പൂർത്തിയാക്കി ഭക്തർക്ക് സമർപ്പിക്കുകയും ചെയ്തു. വളരെ ചെറിയ ഗണപതി വിഗ്രഹ പ്രതിഷ്ഠയുള്ള പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ ഭരണം ഇപ്പോഴും നടത്തിപ്പോരുന്നത് ഭാരതത്തിന്റെ പട്ടാളവുമാണ്. ഭക്ഷണത്തിന് മുന്നേ വായു വയറ് നിറച്ച് കഷ്ടപ്പെടുത്തുന്നുണ്ടോ? ആഗ്രഹമുണ്ടായിട്ടും അസിഡിറ്റി മൂലം പല ആഹാരങ്ങളും ഉപേക്ഷിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി വിഷമിക്കേണ്ട. ലീഫ് ഇൻ ലൈഫിന്റെ അഷ്ടാമൃതം വായു ഗുളിക നിങ്ങളുടെ ഉദര സംബന്ധമായ എല്ലാത്തര രോഗങ്ങൾക്കും ഉടനടി മുക്തി നൽകുന്നു. യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ 100% ആയുർവേദ മൂലികൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഈ അഷ്ടാമൃതം വായു ഗുളിക പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ നിങ്ങളുടെ ഉദര രോഗങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ആഗ്രഹം പോലെ, ആവശ്യം പോലെ. ലീഫ് ഇൻ ലൈഫ്.